ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ ഒരിക്കൽ കൂടെ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വചനം തിരുവചനം എന്ന ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. ഈ വചനം മുഴങ്ങിക്കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ വിട്ടുപോകട്ടെ. ആ കുടുംബങ്ങൾക്ക് മുഴുവൻ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നമുക്ക് ഒരു വചനപ്രഘോഷകൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ വചനപ്രഘോഷകൻ ഒരു കത്തോലിക്കനല്ല, ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരനായ ഒരു വ്യക്തിയാണ്. ലോകം മുഴുവനും അറിയപ്പെട്ടിരുന്ന ദിനകരൻ എന്ന ഒരു സുവിശേഷകനെ കുറിച്ചുള്ള കഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് 1955 അദ്ദേഹത്തിന് ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാൻ കാരണം തൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് അദ്ദേഹം കണ്ടു. മദ്യപാനം, മയക്കുമരുന്ന്, തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതം ഇനി എന്തിനു ജീവിക്കണം? അങ്ങനെ അർത്ഥമില്ലാത്ത ഒരവസ്ഥയിൽ ഇനി ഏക പോം വഴി മരിക്കുക. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ്. തൻ്റെ വീടിന് അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ പോയി ട്രെയിന് മുന്നിൽ ചാടി മരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ അങ്കിള് അദ്ദേഹത്തെ കാണാനിടയായി. ഈ ദിനകരൻ്റെ മനസ്സിൽ കിടക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തെ ഒന്നും അറിയാതെ ഈ അങ്കിൾ ഈ യുവാവിനെ കണ്ട മാത്രയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. മോനെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ദൈവത്തിന് സാധിക്കും. നീ നിന്റെ വേദനകളും നിന്റെ പ്രയാസങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കുക. കുറച്ചു നേരം ഈ യുവാവ് നിശബ്ദനായിട്ട് നിന്നു. എന്നിട്ട് അങ്കിളിനോട് ചോദിച്ചു, അങ്കിള് പറയുന്ന ദൈവത്തിന് എന്നെ രക്ഷിക്കാനാവുമോ? കടബാധ്യതകൾ, തൊഴിൽ നഷ്ടം, മദ്യത്തിൻ്റെ ആസക്തിയിൽ വീണുപോയിരിക്കുന്നു. അങ്കിൾ, നിങ്ങൾ പറയുന്ന ദൈവത്തിന് എന്നെ രക്ഷപ്പെടുത്താനാവുമോ? ഉടനെ അങ്കിള് പറഞ്ഞു, തീർച്ചയായും. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നീ നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതിന് നീ ഒരു കാര്യം ചെയ്യ്. നീ മടങ്ങി നിന്റെ റൂമിലേക്ക് പോകുക. അവിടെ ചെന്ന് നീ ഇപ്രകാരം പ്രാർത്ഥിക്കണം: കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ അറിയപ്പെട്ട ഈ സുവിശേഷകന്റെ ജീവിത ചരിത്രം പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പോയ വഴിയിൽ നിന്ന് മടങ്ങി തൻ്റെ വീട്ടിലെത്തി തൻ്റെ കുഞ്ഞു റൂമിൽ കയറി കതകുകളും ജനലുകളും അടച്ച് മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു: ദൈവമേ,
നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം ആരംഭിക്കുകയാണ്. അസാധാരണമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ മേൽ വരികയും ആത്മഹത്യ മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ഇനി ഏക പോം വഴിയുള്ളൂ എന്ന് കരുതിയിരുന്ന ആ ദിനകരൻ എന്ന യുവാവ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ ഒരു രൂപാന്തരീകരണം, ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ, ഒരു വലിയ മാനസാന്തരം ആ യുവാവിന് ലഭിക്കുകയാണ്. പിന്നീട് പുറത്തേക്കിറങ്ങിയത് പഴയ യുവാവല്ല, ദൈവത്തിന് വേണ്ടി ദാഹിച്ച, ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു യുവാവ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നിരവധിയായ വ്യത്യസ്തങ്ങളായ അനവധി ജീവിത സാഹചര്യങ്ങളിലാണ്. രോഗക്കിടക്കയിൽ കിടക്കുന്നവര്, കുഞ്ഞിൻ്റെ രോഗമോർത്ത് വേദനിക്കുന്നവര്, കടബാധ്യതകളാൽ നട്ടം തിരിയുന്നവര്, കുടുംബ തകർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഭർത്താവിൻ്റെ ഭാര്യയുടെ വിശ്വാസ വഞ്ചനയിൽ മനം നുറുകിയിരിക്കുന്നവര്, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യ മാത്രമാണ് പോം വഴിയുള്ളതെന്ന് കരുതിയിരിക്കുന്നവര്. അങ്ങനെ കരുതിയിരുന്ന ഒരു യുവാവ് പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറിയ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധിയിലേക്കാണ്, മരണത്തിലേക്കല്ല, നിരാശയിലേക്കല്ല, സങ്കടങ്ങളിൽ ജീവിക്കേണ്ടവരല്ല. 1 പത്രോസ് 1-ാം അധ്യായം 15 മുതൽ 16 വരെ പഠിപ്പിക്കാൻ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കേൾക്കാൻ വളരെ ഇമ്പമുള്ള ദൈവവചനമാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തെ പോലെ പരിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവര്, ആ വിളിക്കനുസരിച്ച് ജീവിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തി വേറൊന്നുമല്ല, സഹായകൻ, പാരാക്ലീത്തോസ്, നമ്മുടെ ഹെൽപ്പർ, പരിശുദ്ധാത്മാവ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു സ്ലീഹന്മാരെ ബലപ്പെടുത്തുന്നത് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനമേറ്റു, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്നാനമേൽക്കാൻ പോകുകയാണ്. ഈ സ്നാനം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ഈ ഹെൽപ്പർ, സഹായകൻ, നമ്മുടെ അഡ്വക്കേറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നാം തളർന്നു പോകും, നാം നിരാശപ്പെടും. നിരാശയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ശത്രു സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റീവ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു വലിയ ദൈവശാസ്ത്ര പണ്ഡിതൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഒരു നിർവചനം നൽകുകയാണ്. അതിങ്ങനെയാണ്:
അരൂപിയിൽ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കുന്ന ഒരാൾക്കുണ്ടാകുന്നത് അയാൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രകടമായ പ്രത്യേകത, അതായത് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളം, അയാൾക്ക് അനുഭവിക്കത്തക്ക വിധം, അതായത് നമുക്ക് ഫീല് ചെയ്യത്തക്ക വിധം പരിശുദ്ധാത്മാവ് അയാളിലേക്ക് വരുന്നു. നമുക്ക് അനുഭവിക്കത്തക്ക, നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധം നമുക്ക് അത് ഫീല് ചെയ്യും. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നു. അതാണ് നമുക്ക് ലഭിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകമില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് നാം വീഴുന്നത്. നമ്മുടെ കൊച്ചുമാത്യു അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ ഈ അടുത്ത കാലത്ത് സോഫിയ ബുക്സിലൂടെ പ്രസിദ്ധീകരിച്ച കുടുംബ വൃക്ഷ വിശുദ്ധീകരണം എന്ന ചെറിയ പുസ്തകം, അദ്ദേഹം പഠിപ്പിക്കുന്നത് ഈ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുമ്പോൾ, അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ പാപത്തിലൂടെയാണ്, നമ്മുടെ സ്വാർത്ഥതയിലൂടെയാണ്, നമ്മുടെ അഹങ്കാരത്തിലൂടെയാണ്. കാരണം നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകലും, പരിശുദ്ധാത്മാവിൽ നിന്ന് നാം അകലും, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് അകലും. അപ്പോൾ അവിടെ എന്തു പറ്റും? നമ്മളിൽ പൈശാചികത പിടിമുറുക്കും. ഈ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ പിശാച് പിടിമുറുക്കുന്ന അവസ്ഥയാണ് കൊച്ചുമാത്യു അച്ഛൻ നമ്മുടെ മേൽ വന്നു പതിക്കുന്ന ദുരന്തമായ ശാപം എന്ന് വിളിക്കുന്നത്. ശപിക്കപ്പെടുക, ശാപം, അതായത് അഭിഷേകം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യൻ്റെ മാരകപാപങ്ങൾ വഴി, അതായത് അഭിഷേകം ദൈവാത്മാവില്ലാത്ത അവസ്ഥയിൽ നാം പാപം ചെയ്യുന്നു. അതും ഏറ്റവും മാരകമായ പാപങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെയും ദൈവിക വെളിപാടുകളെയും ദൈവകൽപ്പനകളെയും ദൈവിക സംവിധാനങ്ങളെയും അനുഗ്രഹങ്ങളെയും വെടിയുകയാണ്. കൊച്ചുമാത്യു അച്ഛൻ ആ പുസ്തകത്തിൽ പഠിപ്പിക്കുക, നാം മാരകപാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുക, ദൈവിക സംവിധാനങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. ഇങ്ങനെ അകന്നു നിൽക്കുമ്പോൾ പിശാചും അവൻ്റെ കൂട്ടായ്മകളും വന്ന് നമ്മളെ പിടിമുറുക്കും. ദൈവകൃപ നമ്മളിൽ നിന്ന് ചോർന്നു പോകും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ചോർന്നു പോകും. അപ്പോൾ നാം അശക്തരായി തീരും. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ക്രിസ്തുവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ ശക്തി പ്രാപിക്കേണ്ട സ്ഥലത്ത് പിശാചിൻ്റെ സ്വാധീനവും ശക്തിയും അവിടെ ശക്തി പ്രാപിക്കും. ഈ ഒരു ട്രാജഡി, ഈ ഒരു ദുരന്തം, കായന്റെ ജീവിതത്തിൽ വന്ന ദുരന്തം, ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ദുരന്തം, സാംസന്റെ ജീവിതത്തിൽ വന്ന ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പാപം വഴി കടന്നു വരുന്ന പൈശാചികതയെ ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പാപത്തിൻ്റെ അടിമയായി തീർന്ന സാത്താനെ ശപിക്കുകയാണ് ദൈവം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട്, അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി മനുഷ്യരെ പാപത്തിന് പ്രേരിപ്പിച്ചതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. ഉണ്ടോ? ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയാൽ ഈ ശാപത്തിൻ്റെ വാള് നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ ജീവിതത്തിൻ്റെ മേലും വന്ന് പതിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ദൈവമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം. ആ ദിനകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ദുർമരണത്തിൽ നിന്ന്, ആത്മഹത്യ എന്ന ദുർമരണത്തിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തിയ അഭിഷേകം ഉണ്ടല്ലോ, ആ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ കഷ്ടപ്പാടുകളെ,
നമ്മുടെ കടബാധ്യതകളെ, നമ്മളുടെ അസ്വസ്ഥതകളിൽ നിന്നും അവയെല്ലാം നമുക്ക് മറികടക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും സ്വീകരിക്കുമ്പോൾ അവിടെ പിശാചിനെ നാം ബന്ധിക്കുക, അഭിഷേകമുള്ളവരായിട്ട് നാം മാറുകയാണ്. നിന്റെ ദൈവമായ കർത്താവിന്, മത്തായി 22:37-38, എല്ലാറ്റിനേക്കാട്ടും ഉപരി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അവന് സ്ഥാനം കൊടുക്കണം. അപ്പോഴാണ് നിന്റെ മേല്, നിന്റെ കുടുംബത്തിൻ്റെ മേല് നിനക്കൊരു പുതിയ ബലം ലഭിക്കുന്നത്, ഒരു പുതിയ അഭിഷേകം കിട്ടുന്നത്. വെറുതെ സ്നേഹിക്കാനല്ല നാം, അതായത് നമ്മുടെ ജീവന്റെ മുഴുവൻ കേന്ദ്രമായിട്ട് സ്നേഹിക്കണം. ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ. പിശാചിനെ ബന്ധിക്കാനുള്ള ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, അതേപോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അങ്ങനെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുമ്പോൾ തന്നെ സാത്താൻ്റെ വലിയ പ്രലോഭനങ്ങളിൽ നിന്നാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കാരണം സാത്താൻ ആഗ്രഹിക്കുന്നത് വെറുപ്പ്, വിദ്വേഷം, പക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അയൽവാസികളെ സ്നേഹിക്കുമ്പോൾ ആ വെറുപ്പ്, വിദ്വേഷം, പക എന്ന സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. എഫേസ്യൂസ് 5:2, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഉണ്ടോ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ ആ ദൈവശാസ്ത്രം നമുക്കറിയാം. ജീവൻ കൊടുത്തുകൊണ്ട് കർത്താവ് സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പം ദൈവസ്നേഹത്തിനും മനുഷ്യ സ്നേഹത്തിനും എതിരായി ചെയ്യുന്ന പ്രവൃത്തികളാണ് പാപം. ഈ പാപമാണ് നമ്മളെ ശാപത്തിൻ്റെ അടിമയാക്കുന്നത്. കൊച്ചുമേത്തി വച്ചൻ പറയുക, ഇതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുക: പാപത്തെ വെറുത്തുപേക്ഷിക്കുകയും ദൈവവുമായിട്ട് പുനരൈക്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് പാപവും ശാപവും വിട്ടുപോകുകയും പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പ്രകാശം കണ്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നതാ. നമ്മൾ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് വിട്ടുപോകും. ഞാനൊരു അനുഭവം പറയുകയാണ്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് 2 സിസ്റ്റർമാർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയൊരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ് അവർ ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം, ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ ബോധം കെട്ട് വീഴുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വലിയ അഭിഷേകം കൊടുത്ത് ഡെലിവറൻസ് കൊടുക്കുന്ന അനുഭവങ്ങളൊക്കെയാണുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അന്ന് ആദ്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, എനിക്ക് മാത്രമല്ല ആ 2 സിസ്റ്റർമാർക്കും അവളുടെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും കാണാൻ സാധിച്ചതാണ്. അവളിങ്ങനെ മാനസികമായ അസ്വസ്ഥത നിമിത്തം, പൈശാചികമായ പീഡ നിമിത്തം അവളിങ്ങനെ അലറി വിളിച്ചുകൊണ്ട്, വളരെ മാലാഖയെ പോലെ മുഖമുള്ള കുഞ്ഞ് പൈശാചികമായ മുഖഭാവത്തോടെയാണ് കരഞ്ഞു നിലവിളിക്കുന്നത്. അവൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്താൽ, കർത്താവായ യേശുവിൻ്റെ നാമത്താൽ, മകളെ നിന്നെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ അനുഭവം ഒരു ഇരുട്ട്, ഒരു അന്ധകാര ശക്തി, ഒരു അന്ധകാരം അവളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കണ്ടു. ഞാൻ മാത്രമല്ല, ആ സിസ്റ്റേഴ്സും അവിടെ മാതാപിതാക്കളും കൊണ്ട് ആ ഒരു ഇരുള് അല്ലെങ്കിൽ ആ ഒരു അന്ധകാരം അവളിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ നാമത്തിലാ. ഈശോ 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 ഈശോയുടെ നാമത്താൽ ആ ഇരുള് വിട്ടുപോയപ്പോൾ ആ പെൺകുട്ടിക്ക് വലിയ ഒരു ഡെലിവറൻസ് കിട്ടി. അവളുടെ മുഖം തെളിയാൻ തുടങ്ങി, അവളുടെ കണ്ണുകൾക്ക് അഭിഷേകം കിട്ടാൻ തുടങ്ങി. നോക്കിക്കേ,
അന്ധകാരം ബാധിച്ചവർക്ക് പ്രകാശം ലഭിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന സകലവിധ ബന്ധനങ്ങളും വിട്ടുപോകുകയാണ്. നമുക്ക് പ്രകാശം കിട്ടുക, അഭിഷേകം കിട്ടുകയാണ്. ഡമാസ്കസിലെ അനുഭവത്തിന് ശേഷം അന്ധനായി തീർന്ന പൗലോസ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം കാണുന്നുണ്ട്, ദൈവാത്മാവിനാൽ പ്രേരിതനായി അനന്യാസിന്റെ അടുത്ത് വരികയാണ്. അനന്യാസ് പിന്നീട് പൗലോസായി മാറിയ സാവൂളിന്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം പറയുന്നുണ്ട്, ചിതമ്പല് പോലെ എന്തോ ഒന്ന് വിട്ടുപോയി. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന സകലവിധ ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, മരണത്തിൻ്റെ ദുരാത്മാക്കൾ നമ്മളെ വിട്ടുപോകും. അപ്പോൾ നാം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിന് വേണ്ടി ദാഹിക്കണം. എളിമയോടെ, തുറവിയോടെ നമ്മുടെ കുടുംബങ്ങൾ ദൈവാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. സാംസനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഏലിയായെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ജെറമിയായെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പൗലോസിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ധീരരായ രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തി എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യമാണ്, സ്നേഹത്തെക്കുറിച്ചുള്ള അവബോധമാണ്, പ്രാർത്ഥനയിലുള്ള വളർച്ചയാണ്, ദൈവവചനത്തിനും കൂദാശകളോടുമുള്ള ദാഹമാണ്, ജീവിതം സാക്ഷ്യം നൽകാനുള്ള ഒരു പുത്തൻ ഉണർവാണ്, വിശുദ്ധിയിലേക്കുള്ള വലിയൊരു വിളിയാണ്, ആ വിളിയെക്കുറിച്ചുള്ള വലിയ ബോധ്യമാണ്, പിശാചിനെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കുവാനുള്ള കൃപയാണ്. അപ്പോൾ ആ കൃപകൾ നഷ്ടപ്പെടുത്താതെ നമുക്ക് സൂക്ഷിക്കണം. ആത്മാവിൽ നമുക്ക് നിറഞ്ഞു ജീവിക്കണം. എളിമയോടെ, തുറവിയോടെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാവിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്ലീഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ ഒരു പുതിയ ബെന്തക്കോസ്തൽ എന്ന പോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഇവിടെ സംഭവിക്കട്ടെ. ദുർമരണങ്ങളിൽ നിന്ന്, ദുഷ്ടചിന്തകളിൽ നിന്ന്, ദുർപ്രേരണകളിൽ നിന്ന്, നിരാശയിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. വചനം, തിരുവചനം എന്ന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. സാത്താൻ വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.